വോട്ടുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും കോൺഗ്രസ്. അനുരാഗ് ഠാക്കൂറിന് വാർത്താസമ്മേളനത്തിന് വിവരങ്ങൾ നൽകിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് പവൻ ഖേഡ ആരോപിച്ചു. രാഹുലിന്റെ വാർത്താസമ്മേളനത്തിന് ശേഷം 6 ദിവസത്തിനുള്ളിൽ 6 മണ്ഡലങ്ങളിലെ വിവരങ്ങൾ കമ്മീഷൻ നൽകി. പ്രതിപക്ഷം ആവർത്തിച്ച് ചോദിച്ചിട്ടും നൽകാത്ത ഇലക്ട്രോണിക് വോട്ടർ പട്ടികയാണ് കമ്മീഷൻ ലഭ്യമാക്കിയതെന്നും പവൻ ഖേഡ. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണസിയിലെ വോട്ടർ പട്ടിക പുറത്തുവിടണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. अब आपके पास सारे आंकड़े आ ही चुके हैं, तो जनाब वाराणसी की पेन ड्राइव हम सब इंतजार कर रहे हैं। प्रियंका गांधी वाड्रा जी के लोकसभा क्षेत्र के लिए अनुराग ठाकुर जी हंसते हुए उछलते हुए बोलते हैं, देखिए 93,000 फर्जी वोट 4,10,000 वोटों से जीती हैं। 93,000 फर्जी बता रहे हैं। मैं बता दूं आपको, बीजेपी को वहां 1 लाख वोट मिले, हम भी हैरान है कैसे मिल गए। कल उसका भी जवाब मिल गया। 93,000 फर्जी है। हम वाराणसी का इलेक्ट्रॉनिक वोटर लिस्ट की मांग कर रहे हैं। अगर ये आंकड़े हमारे पास आ जाते हैं, इलेक्ट्रॉनिक वोटर लिस्ट हमारे पास आ जाती है वाराणसी की, ये साबित हो जाएगा कि प्रधानमंत्री भी गद्दी को चुरा कर बैठे हैं। चोरी की कुर्सी है, वोट चुराया, चुनाव चुराया, कुर्सी चुराई। ये 3 चोरियां इस प्रधानमंत्री ने की हैं और कल ये अनुराग ठाकुर ने खुद साबित कर दिया। PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, അതാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ ഈ ഡേറ്റ കിട്ടി എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നു. സ്വാഭാവികമായിട്ട് കമ്മീഷന്റെ ഭാഗത്തു നിന്നാണ് ഈ വയനാട്ടിൽ ഉൾപ്പെടെ വിവരങ്ങൾ ലഭിച്ചിരിക്കുക എന്നൊരു നിഗമനത്തിലേക്ക് പ്രതിപക്ഷം എത്തുന്നു. ഏത് തരത്തിലാണ് അതിൽ പ്രതികരിക്കുന്നത്? ഇതിന് കഴിഞ്ഞ ദിവസമാണ് വയനാട്ടിലടക്കം വ്യാജ വോട്ടുകൾ നടന്നുവെന്ന് ഇപ്പോൾ BJP നേതാവായ അനുരാഗ് സിംഗ് ഠാക്കൂർ ആരോപിച്ചത്. ഈ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇത്തരത്തിൽ അനുരാഗ് സിംഗ് ഠാക്കൂറിന് നൽകുക എന്നതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധി വിവരശേഖരണം അടക്കം നടത്തിയത് 6 മാസം കൊണ്ടാണ്. കൃത്യമായ ഡിജിറ്റൽ വിവരങ്ങൾ ഒന്നും നൽകുവാൻ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഘട്ടത്തിലും തയ്യാറായതില്ല. പക്ഷേ ഈ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തി 6 ദിവസത്തിനുള്ളിൽ 6 മണ്ഡലങ്ങളുടെ വിവരങ്ങൾ അനുരാഗ് സിംഗ് ഠാക്കൂറിന് ലഭിച്ചിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് അനുരാഗ് സിംഗ് ഠാക്കൂറിന് കൈമാറിയത് ഇപ്പോൾ ആ കോൺഗ്രസ് നേതാവായ പവൻ ഖേര ആരോപിക്കുകയാണ്. പ്രതിപക്ഷം ആവർത്തിച്ച് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും പ്രതിപക്ഷത്തിന് ലഭിക്കാത്ത ഇലക്ട്രോണിക് വോട്ട് രേഖകൾ കൃത്യമായി BJP നേതാക്കൾക്ക് നൽകുന്നു. പക്ഷപാതപരമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറുന്ന അടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവായ പവൻ ഖേര ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും ഇതുകൂടാതെ തന്നെ പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിലെ വോട്ടർ പട്ടിക വിവരങ്ങൾ പുറത്തുവിടണമെന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ ആ കോൺഗ്രസ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ വാരണാസിയിലെ വോട്ടെണ്ണൽ സമയത്ത് ആദ്യ മണിക്കൂറുകളിൽ പ്രധാനമന്ത്രി പിന്നിലായിരുന്നു. പിന്നീട് അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി മുന്നോട്ട് വരികയും വിജയം സ്വന്തമാക്കിയ അടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങളിൽ ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിക്കുകയാണ്. രാഹുലിന്റെ വാദങ്ങൾ തെറ്റെന്നൊരു വാദത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. പക്ഷേ തെളിവുകൾ, ഓരോ ദിവസവും പുറത്തുവരുന്ന തെളിവുകൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതുപോലെ തന്നെ BJP നേതാക്കളെ അടക്കം വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലാക്കുന്നു. അതുപോലെ തന്നെ വയനാട്ടിലടക്കം ഇത്തരത്തിൽ ആ കള്ളവോട്ടുകൾ നടന്നുവെന്ന അനുരാഗ് സിംഗ് ഠാക്കൂറിന്റെ ആരോപണത്തെയും പവൻ ഖേഡ രൂക്ഷമായി തന്നെ വിമർശിക്കുകയാണ്. കാരണം 1 ലക്ഷത്തോളം വോട്ടുകൾ BJPക്ക് വയനാട്ടിൽ ലഭിച്ചു. അത് തങ്ങളെ ഞെട്ടിപ്പിച്ചതാണ്. അപ്പോൾ കള്ളവോട്ടുകൾ എവിടെയാണ് നടന്നതെന്നുള്ള കാര്യം വ്യക്തമായെന്ന് തന്നെ ഇപ്പോൾ പവൻ ഖേഡ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളടക്കം ശക്തമായ പ്രതിഷേധം നടത്തിയിരുന്നു. എന്തായാലും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും തുടരുകയാണ്. വാരണാസിയിലെ അടക്കം വോട്ടർ പട്ടിക വിവരങ്ങൾ പുറത്തുവിടണമെന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ധന്യ. ശരി അരവിന്ദ്.